അയാം കലാം കെ ബഹാനെ എന്ന ഫിലിമി സമീക്ഷയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് എഴുതിയത് മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായ മോർപാൽ, അദ്ദേഹം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം വലുതായതിനു ശേഷം അയാം കലാം എന്ന ഹിന്ദി സിനിമ കാണുകയും അപ്പോൾ അതിലെ മുഖ്യ കഥാപാത്രമായ ചോട്ടു, അതുപോലെ തന്നെ രൺവിജയ് എന്ന ഈ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിലെ സംഭവങ്ങളുമായിട്ടൊക്കെ ഒരു സാമ്യം അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് വരാം. ആദ്യത്തെ ഭാഗം വായിക്കുകയാണ്. गांव के स्कूल में मेरा एक साथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही से पूछे जाने पर बताया था. LOOK लुक. लुक यानी लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी. वही मोरपाल जिसकी मेरे खाने के डिब्बे में रजमा देखते ही बांझें खिल जाती थी. हमारा सौदा था खेल खंडी में खाने की अदला बदली का. यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा झांझ का डिब्बा मेरा. उसे पता था कि झांझ मेरी कमजोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. मैं आज तक नहीं जान पाया कि कैसे वह उस झांझ के डिब्बे को रोज 15 किलोमीटर बिना जरा सी छलकाए लिए आता था. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മലയാള അർത്ഥത്തിലേക്ക് നോക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തി താ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു മോർപാൽ എന്ന് പറയുന്നത്. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി को लुक का मतलब और सही से पूछे जाने पर बताया था. LOOK लुक यानी ലുക്ക് के देखना. അപ്പോൾ ഈ മോർപാൽ തന്നെയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായ തിവാരി ലുക്കിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ സ്പെല്ലിങ്ങും സ്പെല്ലിങ്ങും ചോദിച്ചപ്പോൾ സ്പെല്ലിങ് പറഞ്ഞു LOOK ലുക്കും അതുപോലെ തന്നെ ലുക്കിൻ്റെ അർത്ഥമാണ് ദേഖ്ന എന്നും പറഞ്ഞു. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह में भी साथ ही. അപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും അക്ഷരം M ആണ്. മിഹിറും മോർപാലും M-ൽ തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ റോൾ നമ്പർ അടുത്തടുത്താണ്. അതുകൊണ്ട് ഇവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് ദരിപ്പട്ടി നിലത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കാർപ്പറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് അവരുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ദരിപ്പട്ടി. അപ്പോൾ അവിടെ ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കെ ഡിബ്ബെ മേ രാജ്മ ദേഖ്തേ ഹി ബാഞ്ചെ കിൽ ഛാതി. അപ്പോൾ ഈ മോർപാൽ എൻ്റെ ടിഫിൻ ബോക്സിൽ ഈ രാജ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പും കൊണ്ടുണ്ടാക്കിയ ഒരു കറിയാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ വളരെ സന്തോഷവാനാവും അവന്. ഹമാര സോദാ ഥാ ഖേൽ ഖണ്ഡി മേ ഖാനെ കി അദലി ബദലി ക. അപ്പോൾ ഡ്രിൽ പീരീഡ്, ഞങ്ങളുടെ പരിപാടി എന്താണ്, ഈ കൈമാറ്റമാണ്. എൻ്റെ കറി അവന് കൊടുക്കുകയും അവൻ്റെ കറി എനിക്ക്, അങ്ങനെ ഞങ്ങളുള്ള കൈമാറ്റമാണ്. അതാണ് സൗദ. यानी मेरे टिफिन का राजमा चावल उसके और उसके घर के आया बड़ा सा जांच का डिब्बा मेरा. അപ്പോൾ എൻ്റെ
ഈ പരിപ്പ് കറി അവന് കൊടുക്കുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോര് കറി എനിക്ക് തരും. ഉസേ പതാ താ കി ജാഞ്ച് മേരി കംസോരി ഹെ, അവനറിയാം ഈ മോര് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളത്. लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य चीज किसी के लिए इतनी खास हो सकती है. അപ്പോൾ ഇവനെ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഈ രാജ്മ എന്നുള്ള ഒരു സാധാരണ ഭക്ഷണം അല്ലെ സാധാരണ കറി ഈ മോർപ്പാലിന് ഇത്രത്തോളം പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇത്രത്തോളം അത് പ്രിയപ്പെട്ടതാണെന്ന് ഇപ്പോഴാണ് അവന് മനസ്സിലാകുന്നത്. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. അപ്പോൾ അവന് എൻ്റെ ടിഫിൻ ബോക്സിൽ ഈ പരിപ്പ് കറി കാണുന്നതിന് മുമ്പ് അവനിങ്ങനെ ഒരു കറി കണ്ടിട്ടേയില്ല എന്നുള്ളതാണ്. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता. അപ്പോൾ അവൻ ഈ സ്കൂളിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഏതോ ഒരു ഗ്രാമത്തിലാണ് അവൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ അവൻ എല്ലാ ദിവസവും ഈ 15 കിലോമീറ്റർ സൈക്കിള് ചവിട്ടിയാണ് വരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वह उस जांच के डिब्बे को रोज 15 किलोमीटर बिना जरा सी छलकाए लिए आता था. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല, അല്ലെ അത്ഭുതത്തോടെ ഓർക്കുകയാണ് അവൻ എങ്ങനെയാണ് ഈ മോരു പാത്രം അല്ലെ തുളുമ്പാതെ ഈ 12 അല്ലെങ്കിൽ 15 കിലോമീറ്റർ സൈക്കിളിൽ ചവിട്ടി എങ്ങനെയാണ് സ്കൂളിൽ എത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കാം. മേ സ്കൂൾ ജാനെ മേ രോയ കർത്ത, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ കരയുമായിരുന്നു എപ്പോഴും. റോസ് നയെ ബഹാനെ ബനായ കർത്ത, ഓരോ ദിവസവും പുതിയ പുതിയ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഓരോ അടവുകൾ എടുക്കും. പനിയാണ്, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ എപ്പോഴും നോക്കും. जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. അപ്പോൾ മഴ പെയ്ത് റോഡിലെല്ലാം വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും സ്കൂളിന് അവധി പ്രഖ്യാപിക്കും. അങ്ങനെ അവധി പ്രഖ്യാപിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു സന്തോഷം കൊണ്ട്. लेकिन मैं समझ नहीं पाता कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नाक रोज സ്കൂൾ ക്യോം ചലേ ആത്തെ. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഈ മോർപ്പാലിനെ പോലെയുള്ള ചില കുട്ടികൾ അവർ ബിനാ നാഗ് എന്ന് പറഞ്ഞാൽ ഒരു ആബ്സെന്റും ആകാതെ, ഒരു ദിവസം പോലും ആബ്സെന്റ് ആകാതെ അവരെല്ലാ ദിവസവും സ്കൂളിൽ വരികയാണ്. അവരെന്തിനാണ് വരുന്നത് എന്നുള്ളതാണ്. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन था. അപ്പോൾ അവർക്ക് ഈ ഞായറാഴ്ച എന്ന് പറയുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതം പിടിച്ച ദിവസം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത. കാരണം അന്ന് സ്കൂളിൽ വരാൻ പറ്റത്തില്ല. അവർക്ക് സ്കൂളിൽ വരുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. സ്കൂളില്ലാത്ത ദിവസം അവർക്ക് വീട്ടിൽ ഒത്തിരി ജോലികളും കഷ്ടപ്പാട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു മോചനമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് സ്കൂളുള്ളതാണ് ഈ മോർപ്പാലിനെ പോലെയുള്ള കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം. मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा छिड़ा करता. ഞാൻ എപ്പോഴും ഈ സ്കൂളിലെ നീല കാക്കി യൂണിഫോം അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, യൂണിഫോം ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഓർ ഉസെ പഹന ഹമേശ ടാല കർത്ത, അതെപ്പോഴും അത് ധരിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. വഹി മോർപാൽ മുझे जब भी देखा हमेशा वही स्कूल की यूनिफॉर्म पहने ही देखा. അപ്പോൾ ഈ മോർപ്പാലിനെ എപ്പം നോക്കിയാലും അവൻ ഈ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് എപ്പോഴും കാണാറുള്ളത്. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया. അപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷന് ഞാൻ അവനെ ഈ യൂണിഫോമിൽ സ്കൂൾ യൂണിഫോം ഇട്ടാണ് അവനെ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് യൂണിഫോം ഒന്നും ഇടാറില്ല സാധാരണ. പക്ഷേ ഈ മോർപ്പാൽ യൂണിഫോം ഇട്ടാണ് കല്യാണത്തിന് വരെ പങ്കെടുക്കുന്നത്. ഇത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അടുത്ത പേജ്. यह मुझे बहुत बाद में समझ आया कि
जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही മോർപാൽ के लिए उसके जीवन का सबसे अच्छा समय होता था. അപ്പോൾ മിഹിറിന് മനസ്സിലാകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയം എന്ന് ഞാൻ കരുതിയിരുന്ന ആ നിമിഷങ്ങളാണ് മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ഏറ്റവും സുഖകരവുമായ സമയം എന്നുള്ളതാണ്. घर की कमरतोड़ मेहनत और खेत मजदूरी से के इधर दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. അപ്പോൾ വീട്ടിൽ വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ഈ കുട്ടികൾക്ക് ഈ സ്കൂളിലെത്തുമ്പോഴാണ് വളരെയധികം ആശ്വാസകരമായ കഷ്ടപ്പാടില്ലാത്ത അത്. അപ്പോൾ അതുകൊണ്ട് മോർപാലിനെ പോലെയുള്ള കുട്ടികൾക്ക് സ്കൂളാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ, അല്ലെങ്കിൽ സാഹചര്യം, അല്ലെങ്കിൽ സ്ഥലം. മേരെ ലിയെ സ്കൂൾ യൂണിഫോം ബോझ് थी. അപ്പം എനിക്ക് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് വലിയൊരു ഭാരമാണ്. അതേസമയം മേരെ പാസ് ഉസ്സെ ബഹത്തർ കപ്പടേ थे. അപ്പം എൻ്റെ കൈവശം ധാരാളം നല്ല വസ്ത്രങ്ങൾ ഉണ്ട്. ജിനെ मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा. അത് എൻ്റെ ഇഷ്ടം അനുസരിച്ച് പട്ടണത്തിലെ വലിയ വലിയ കടകളിൽ നിന്നും വാങ്ങിച്ച വില കൂടിയ ഡ്രസ്സുകളൊക്കെ എനിക്കുണ്ട്. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीले खाकी स्कूल യൂണിഫോം में ही था. അപ്പോൾ മോർപാലിന് ആകെയുള്ള നല്ല ഒരു ഡ്രസ്സ് അല്ലെ പാൻറ്റും ഷർട്ടും എന്ന് പറയുന്നത് ഈ യൂണിഫോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ എവിടെ പോകുമ്പോഴും അത് തന്നെ ധരിക്കുന്നത്. ഏത് ഫംഗ്ഷനും അത് തന്നെയാണ് അവൻ ധരിക്കുക. അപ്പം അത്രത്തോളം അതാണ് അവൻ്റെ കുടുംബ സാഹചര്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവനെ ആ യൂണിഫോമിൽ എപ്പോഴും കാണുന്നത്. സ്വാഭാവിക് താക്കി വഹ് ഉസേ ഹി ഷാദിമേം പഹൻകർ ആത്ത. അതുകൊണ്ട് തന്നെയാണ് അവന് കല്യാണത്തിനും അത് തന്നെ ധരിച്ചുകൊണ്ട്, കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സാണ് ധരിക്കുക. അപ്പോൾ അവനെ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ യൂണിഫോം തന്നെയാണ്. അതിൽ നല്ല ഡ്രസ്സ് അവന് വേറെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് അവന് യൂണിഫോം തന്നെ കല്യാണത്തിന് പോകുമ്പോഴും ധരിക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. नील माधव पांडे की आई एम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. അപ്പോൾ ഇതോടെ ആ ചെറുപ്പകാലഘട്ടത്തിലെ ഓർമ്മ കഴിഞ്ഞു. ഇനി വലുതായി കഴിഞ്ഞ് അദ്ദേഹം സിനിമ കണ്ടപ്പോൾ അതേ ഈ കാലങ്ങളൊക്കെ ഓർത്തതാണ്. അപ്പോൾ ഈ നീൽ മാധവ് പാണ്ഡ ആണ് ഈ അയാം കലാം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത്, എൻ്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത ഈ സിനിമ ദേഖ്തേ ഹുയെ അത് കണ്ടപ്പോൾ മുझे अपना बचपन बहुत याद आया. എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു ആ സിനിമ കണ്ടപ്പോൾ. क्योंकि वह फिल्म भी उन्हीं विलोमी के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने. അപ്പോൾ അതിലും ഇതുപോലെ തന്നെയാണ്, എൻ്റെ കുട്ടിക്കാലം പോലെ തന്നെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള രണ്ട് കുട്ടികളുടെ സംഭാഷണവും അവരുടെ സാഹചര്യവും അവരുടെ കൊടുക്കൽ വാങ്ങലും ഒക്കെയാണ് ആ സിനിമയിലെയും വിഷയം. അപ്പം അതുകൊണ്ട് അത് എൻ്റെ കുട്ടിക്കാലവുമായിട്ട് അതിനെ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് ലേഖകന് തോന്നുകയാണ്. ഹമാരാ നായക് കലാം ചായ കി ദുകാൻ മേ കാം കർത്താ ഹെ. അതിലെ നായകനായ കലാം അല്ലെ ചോട്ടു എന്ന പേരിലാണ്. അപ്പം കലാമാകാൻ ആഗ്രഹിക്കുന്നു. അപ്പം അവനെ കലാം അവൻ്റെ ജോലി ദുകാൻ മേ കാം കർത്ത, ഒരു ചായ കടയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ഉസ്കാ സ്വപ്ന ഹെ സ്കൂൾ ജാന. അവൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് സ്കൂളിൽ പോവുക എന്നുള്ളതാണ്. और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. അപ്പോൾ മുടിയൊക്കെ നീട്ടി ഉള്ള അബ്ദുൽ കലാമിൻ്റെ ടി വിയിൽ കാണുമ്പോൾ അതുപോലെ ആകണം എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. लेकिन फिल्म में एक और बच्चा भी है, ढाणी के राणा के बेटा रणविजय, जिसे स्कूल जाना कतई पसंद नहीं. അപ്പോൾ ഈ സിനിമയിലും മറ്റൊരു കഥാപാത്രവുമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുണ്ട്. അത് ढाडी के റാണാ കെ ബേട്ട രൺവിജയ് സിംഗ് എന്ന് പറയുന്ന ധനികനായ കുട്ടി. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അതായത് ഈ മിഹിർ പാണ്ഡയെ പോലെ തന്നെ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. വഹി സ്കൂൾ ജോ रणविजय को परीक्षा का डर दिखाकर भयभीत करता है,
कलाम को एक अलग जीवन बेहतर जीवन का सपना दिखाता है. അപ്പോൾ ഈ പരീക്ഷയെ ഒക്കെ നേരിടാനൊക്കെ ഈ രൺവിജയ് സിംഗിന് ഭയമാണ്. അതുപോലെ കലാം കോ ഏക് അലഗ് ജീവൻ ബെഹത്തർ ജീവൻ കാ സപ്ന ദേഖാ. കലാം ഒരു മെച്ചപ്പെട്ട ജീവിതമാണ് സ്വപ്നം കാണുന്നത്. फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मज़ेदार हैं. അവർ തമ്മിൽ ആദ്യം കാണുമ്പോഴുള്ള അവരുടെ സംഭാഷണമൊക്കെ വളരെ രസകരമായ രീതിയിലാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. और खास इशारा भी करता है. വളരെ പ്രത്യേകതയുള്ള ചില ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ അതിൽ കാണിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ അവരുടെ സംഭാഷണം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. കലാമും രൺവിജയ് സിംഗും തമ്മിലുള്ള സംഭാഷണം, അതായത് സിനിമയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. കലാം ഇത്തിനി സാരി കിതാബേം കായ്ക്ക് ഹേ. കലാം ചോദിക്കുക, ഇത്രയും പുസ്തകങ്ങൾ എന്തിനാണ്? രൺവിജയ്, ആപ്കോ അംഗ്രേസി നഹി ആത്തി ക്യാ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ലേ? ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലേ? കലാം, തേരേക്കോ പേട് പർ ചढ़ना आता है. അപ്പം അതിനുള്ള മറുപടി പറയുന്നത്, നിനക്ക് മരത്തെ കയറാൻ അറിയാവോ? നിനക്ക് ഇംഗ്ലീഷ് അറിയാവോന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അറിയത്തില്ലെന്നല്ല പറഞ്ഞു, മറിച്ച് നിനക്ക് മരത്തെ കയറാൻ അറിയാവോ? രൺവിജയ്, ഹമേ ഘോടെ പർ ചढ़ना आता है. ആപ്കോ ഗുഡ്സവാരി ആത്തെ ഹെ. അപ്പം എനിക്ക് കുതിര പുറത്ത് കയറാൻ അറിയാം. നിനക്ക് കുതിരപ്പുറത്ത് കയറാൻ അറിയാവോ? കലാം, मेरे को ऊंट पर चढ़ना आता है, तो तेरे को क्या ऊंट की दवा करनी आती है? അപ്പോൾ കലാം പറയുന്നത്, എനിക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ അറിയാം, നിനക്ക് ഒട്ടകത്തിന് മരുന്ന് കൊടുക്കാൻ അറിയാമോ? അപ്പോൾ ഇങ്ങനെ കുട്ടികൾ അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്, അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാനും അങ്ങനെ ഒരു മേധാവിത്വം, ഡോമിനേഷൻ നേടാനുള്ള ഒരു ശ്രമം, സംസാരത്തിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എന്നുള്ള ഭാവവും അല്ലെങ്കിൽ അറിയില്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കാനൊക്കെ ഉള്ള മടിയും ഒക്കെ നമുക്കെപ്പോഴും നമ്മുടെ അനുഭവത്തിലൊക്കെ നമുക്കുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും ചിത്രീകരിച്ചിരിക്കുന്നത്. इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. അപ്പോൾ അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാക്കിയ എങ്ങനെയാണ്? കലാം ഓർ രൺവിജയ് സിംഗ്. അപ്പോൾ കലാമിന് കുതിരസവാരി അറിയത്തില്ല, അപ്പോൾ അവനെ കുതിരസവാരി പഠിപ്പിക്കാമെന്നും, അതുപോലെ തന്നെ രൺവിജയ് സിംഗിന് മരത്തെ കയറാൻ അറിയത്തില്ല, അവനെ അത് പഠിപ്പിക്കാമെന്ന് കലാം പറയുന്നു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ലേൻദേൻ, കൊടുക്കൽ വാങ്ങൽ നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വളരെ രസകരമായ രീതിയിൽ അത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുകയാണ്. फिल्म के किस्से में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफ का प्रेम काफी है और उस लड़का काफी जो सुदूर बीघट में बैठा अमिताभ की फिल्म देख देखकर और उनकी नकल करके खुद अमिताभ को जाना जाता है. അപ്പോൾ അവന് ചായക്കടയിൽ ആണ് ജോലി. അപ്പോൾ ധാരാളം സിനിമകളൊക്കെ കാണുന്നു, അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ സിനിമകളൊക്കെ കാണുന്നു. അപ്പോൾ അവന് അതുപോലെയൊക്കെ ആകണമെന്നും ജീവിതത്തിൽ ഉയരണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ട്. बस एक फर्क है, फिल्म में क्लास दिल्ली भी पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. लेकिन मेरे बचपन में ऐसा नहीं होता. മോർപാൽ का स्कूल 8वीं के बाद छूट जाता है. അപ്പോൾ ഇവിടെ ഇതിൽ ഒരു വ്യത്യാസമുള്ളത്, ഫിലിം കെ ക്ലാസ് ദില്ലി भी पहुंचता है. ഇതിലെ ക്ലാസ് ദില്ലിയിൽ എത്തുന്നു, അല്ലെ ദില്ലിയിൽ പോയി പഠിക്കുന്നു. और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. അവന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പോകാനായിട്ടുള്ള അവസരം അവന് കിട്ടുന്നു. लेकिन मेरे बचपन में ऐसा नहीं होता. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല, അങ്ങനെ ഒരു അവസരം ലഭിച്ചില്ല. മോർപാലിന് ഇവിടെ ലഭിച്ചില്ല. ഇവിടെ ചോട്ടുവിൻ്റെ സ്ഥാനത്ത് ആണ് മോർപാൽ ആയിട്ട് ഇവിടെ ലേഖനം കാണുന്നത്. അപ്പോൾ മോർപാലിന് അങ്ങനെ പഠിക്കാനായിട്ട് അവസരം കിട്ടിയില്ല. മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता है. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂൾ വിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. छुड़वा दिया जाता है, അവനെ പറഞ്ഞു വിടുകയാണ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. और वह अपने पिता की तरह आज भी वही खेत मजदूरी करता है. അവൻ ഇന്നും അവൻ്റെ പിതാവിൻ്റെ കൂടെ കൃഷിപ്പണിയാണ്, അവിടെ കഷ്ടപ്പെടുകയാണ് ഇപ്പോഴും. इसलिए मेरे लिए कलाम की कहानी 100 में एक ही कहानी है. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 100ൽ ഒരു കഥയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളതാണ്. 100ൽ1. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए. ബാക്കി 99 കഥകളും നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്.
ജോ ഹമാരെ ബച്പനോ മേ ഹെ, നമ്മുടെ കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. സിനിമയിലൊക്കെ കാണിക്കുന്നതൊക്കെ അപൂർവമായി, സിനിമയിലെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടും എല്ലാം വിജയത്തിലെത്തുന്നതൊക്കെ ആയിട്ടാണ് എപ്പോഴും സിനിമകളിൽ കാണിക്കുക. അപ്പോൾ അത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സിനിമയുമായിട്ട് പൊരുത്തപ്പെടണമെന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും സിനിമയിൽ പറയുന്ന പോലെ ആയിരിക്കണമെന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് വരാം. फिल्म में हमारे नायक का असल नाम कलाम नहीं है. ठाड़ी पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. അപ്പോൾ ഈ ഫിലിമിൽ നമ്മുടെ ഈ നായകൻ്റെ പേര് കലാം എന്ന് പറഞ്ഞു. ആ കലാം എന്നുള്ള ആ കുട്ടിയുടെ സിനിമയിലെ പേര് कलाम नहीं. ठाडी पर काम करने वाले और बच्चों की तरह उसे सब ചോട്ടു कहकर बुलाते. എല്ലാവരും അവനെ ചോട്ടു എന്നാണ് വിളിക്കുന്നത്. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे फाटीसा की चाय की ठाड़ी पर काम करने के लिए छोड़ जाती है. അപ്പോൾ അവൻ്റെ അമ്മ അവനെ ഒരു ചായക്കടയിൽ ജോലിക്കായിട്ട് നിർത്തിയിരിക്കുകയാണ്. वह अंग्रेजी तो क्या हिंदी भी ठीक से नहीं जानती. അവന് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് മാത്രമല്ല ഹിന്ദി പോലും അവന് നന്നായിട്ട് പറയാനായിട്ട് അറിയത്തില്ല എന്നുള്ളതാണ്. ഹിന്ദി എന്നുള്ളത് അവൻ്റെ മാതൃഭാഷയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളം പോലും ശരിക്കും നമുക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഹിന്ദി അറിയത്തില്ല എന്ന് പറയുന്നത്. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹി ജീന ചാത്ത. അവൻ വെറും ചോട്ടുവായി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓ ഖുദ് ഹി അപ്ന നാം കലാം രഖ് ചാത്ത. അവൻ അവൻ്റെ പേര് സ്വയം കലാം എന്ന് അവൻ തന്നെ അവൻ്റെ പേര് വെക്കുകയാണ് അല്ലെങ്കിൽ മാറ്റുകയാണ്. इस नाम में उसकी आकांक्षाओं का अक्स है. അപ്പോൾ അതിൽ അവൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു നിഴല് ആ പേരിൽ കലാം എന്ന പേരിലുണ്ട്. കലാമിനെ പോലെ ആകണം. അപ്പോൾ അവൻ്റെ ആ ആഗ്രഹം, അതാണ് ആകാംക്ഷ, അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉസ്കെ ഹാത്ത് കി ബനായി ചായ മേ ജാദു ഹെ. അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചായയ്ക്ക് ഒരു മാന്ത്രികതയുണ്ട്, അല്ലെങ്കിൽ വളരെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയാണ് അവനുണ്ടാക്കുന്നത്. ഫാട്ടി സി ഉസ്കി കലാകാരിക്ക് വാഹ് വാഹി കർത്തെ നഹി തക്തെ. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവൻ്റെ ചായയുടെ പറ്റി ധാരാളം പുകഴ്ത്തി പറയും. ജഗ് ऐसी ही है कि വിദേശി ടൂറിസ്റ്റ് ബഹുത് ആത്തെ. അപ്പോൾ ധാരാളം വിദേശീയ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണത്. കലാം സീഖ്നെ മേ തേസ്. അവൻ പഠിക്കുന്നതിൽ വളരെ സമർത്ഥനാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള കഴിവുള്ളവനാണ്. ഛട്ട് സെ ഉൻകി ബോലി സീഖ് ജാത്ത ഹെ. അവൻ പെട്ടെന്ന് സംസാരങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഒക്കെ അവന് അറിയാം. ഓർ ജൽദി ഹി വിദേശ് സെ ആയി ലൂസി മാഡം കാപ്പി ദിൽ ജീത് ലത ഹെ. വിദേശത്തു നിന്ന് വന്ന ലൂസി മാഡത്തിൻ്റെ ദിൽ അല്ലെ ഹൃദയം കവരാനും, അല്ലെങ്കിൽ അവരുടെ പെട്ടെന്ന് അവരുമായിട്ട് അടുക്കാനും ഇംഗ്ലീഷുകളൊക്കെ കേട്ട് പഠിക്കാനും ഒക്കെ അവന് സാധിക്കുന്നുണ്ട്. लूसी मैडम वादा करती है कि वे उसे अपने साथ दिल्ली लेकर जाएंगी. അപ്പോൾ ആ ലൂസി മാഡം അവന് ഉറപ്പ് കൊടുക്കുകയാണ് അവനെ ദില്ലിയിലേക്ക് കൊണ്ടുപോവുക എന്ന്. ദില്ലി മേ ഡോക്ടർ കലാം ഹെ ജിൻകെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹന ഹെ. അപ്പം ദില്ലിയിൽ പോയിട്ട് കലാമിനെ നേരിട്ട് കണ്ട് കലാമിനോട് ചില കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. ഒരു ദിവസം ഈ രൺവിജയ്, അതായത് നമ്മുടെ ചോട്ടുവിൻ്റെ കൂട്ടുകാരനാണ്, അപ്പോൾ അവന് സ്കൂളിൽ ഒരു പ്രസംഗം പറയാനായിട്ട് പറയപ്പെടുകയാണ്. रणविजय പരേശാൻ ഹെ ക്യോങ്കി ഉസ്കി ഹിന്ദി ഇത്തിനി അച്ചി നഹി. അവന് വളരെയധികം ടെൻസ്ഡാണ്, കാരണം അവൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. കലാം യഹ് ജാൻതാ ഹെ. കലാമിനിതറിയാം, എൻ്റെ കൂട്ടുകാരൻ്റെ അവസ്ഥ അവനറിയാം. और छठ एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. അപ്പോൾ ഈ ചോട്ടു വളരെ പെട്ടെന്ന് അവന് ഒരു ഹിന്ദിയിലെ പ്രസംഗം തയ്യാറാക്കി
ഈ രൺവിജയന് കൊടുക്കുകയാണ്. രൺവിജയ് പ്രഥമ പുരസ്കാർ പാത്താ ഹെ. അദ്ദേഹം ആ പ്രസംഗം പറയുകയും രൺവിജയ് ആ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. इस बीच भाषण के कारिंदे क्लास के घर तलाशी लेने आते हैं. इसी बीच राणा के कारिंदे. അപ്പോൾ ഈ സമയത്ത് ഇടയ്ക്ക് ഈ രൺവിജയന്റെ അദ്ദേഹത്തെ നോക്കാനായിട്ട് ഉള്ള സേവകൻ അദ്ദേഹത്തെ അന്വേഷിച്ച് അവിടെ വരികയാണ്. तलाशी लेते हैं और वहां कुंवर रणविजय की चीजों को पा कलाम पर चोरी का आरोप. അപ്പം അവിടെ വന്നപ്പോൾ ഇവനെ ഈ രൺവിജയനെ അന്വേഷിച്ച് കലാമിന്റെ അടുത്ത് വന്നപ്പോൾ അപ്പോൾ അവിടെ ചില സാധനങ്ങൾ, അതായത് ഈ രൺവിജയ് സിംഗിന്റെ ചില സാധനങ്ങൾ ഈ ചോട്ടുവിന്റെ കയ്യിൽ അല്ലെ വീട്ടിൽ കാണുകയാണ്. അപ്പം അത് അവര് പരസ്പരം കൈമാറിയതാണ്. ഈ അവരുടെ പല കാര്യങ്ങളും അവരിങ്ങനെ ആരും അറിയാതെ കൈമാറിയിട്ടുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ഈ രൺവിജയന്റെ സേവകൻ വിചാരിക്കുന്നത് ഇത് ചോട്ടു രൺവിജയന്റെ കയ്യിൽ നിന്നും കട്ടെടുത്തതാണ്, മോഷ്ടിച്ചതാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പം അവനെ കള്ളനായിട്ട് പറയുകയാണ്, അതായത് ഈ ചോട്ടുവിനെ അവൻ കട്ടെടുത്തതാണ് എന്ന് പറയുകയാണ്. ലേക്കിൻ കലാം ഫിർ കലാം ഹെ ഇസ് झूठे आरोप के सामने भी अपनी दोस्ती का प्रण नहीं तोड़ता. അപ്പം ഇങ്ങനെയൊക്കെ കള്ളനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കലാം അവനെ അതിന്റെ പേരിൽ ആ ഒരു സൗഹൃദം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. യഹ് ജാൻകർ കി റാണ കുവർ കോ ഉസ്സേ കി ദോസ്തി കി സസാ ദേഗി വഹ് ചോരി കാ ഇസാം സഹ ജാത ഹെ. അപ്പോൾ അവൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ആ കള്ളനാണ് എന്ന് പറഞ്ഞ് അതിനൊന്നും എതിർക്കാൻ പോയില്ല. അവനത് സഹിക്കുകയാണ്. അത് തൻ്റെ ആ സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട്, അത് അവൻ തന്നതാണെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ കുറ്റപ്പെടുത്താനായിട്ടൊന്നും അവൻ ശ്രമിക്കുന്നില്ല. ആ സൗഹൃദം അങ്ങനെ കളയാനായിട്ട് അവൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പർ ഉനെ അപ്നി ദോസ്തിക്ക് ബാരേമേ നഹി പതാത്ത. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ഈ സാധനമൊക്കെ വന്നതെന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല. यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा. അപ്പോൾ അവൻ സ്വയം തീരുമാനിക്കുകയാണ് താൻ എഴുതുന്ന കത്ത് നേരിട്ട് കലാമിന് കൊടുക്കും എന്ന് തന്നെ. ഓർ വഹ അകേലെ ഹി നിക്കൽ പഡ്താ ഹെ. അവൻ തനിച്ച് അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. രാസ്തയമേ മുഷ്കിലേ ഹെ. പോകുന്ന വഴിയിൽ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ലേക്കിൻ കഥാക്ക് അന്തുമേ കലാം കോ അപ്പനി മൻസിൽ മിൽത്തി ഹെ. ആ കഥയുടെ അവസാനം കലാമിന് തന്റെ ലക്ഷ്യം ലഭിക്കുന്നു എന്നാണ്, അതായത് കലാമിനെ കണ്ടുമുട്ടുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ ഫിലിമി സമീക്ഷ ഇതോടുകൂടി തീരുകയാണ്. അപ്പോൾ ഇത് ഈ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.